ദിവ്യ, ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇപ്പോൾ തിരികെ പുനഃസ്ഥാപിക്കുകയാണ്. ആദ്യം സ്ഥാപിച്ചത് സ്വർണ്ണപീഠമാണ്. ദ്വാരപാലക ശില്പത്തിന്റെ താഴ്ഭാഗത്തുള്ള, അതിന്റെ പാദത്തിന്റെ താഴ്ഭാഗത്തുള്ള സ്വർണ്ണപീഠമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയാണ് ശില്പത്തിലെ പുറംപാളി, അതായത് ശില്പത്തിന് പുറത്തുള്ള സ്വർണ്ണപ്പാളി ഇനിയാണ് സ്ഥാപിക്കാനുള്ളത്. ശില്പിയാണ് സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നത്. തന്ത്രിയുടെയും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ കടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്വർണ്ണപ്പാളിയുടെ കടുപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വശങ്ങൾ ശില്പവുമായി ഒട്ടിച്ചു ചേർക്കുകയാണ് നിലവിൽ. ആദ്യഘട്ടത്തിൽ സ്വർണ്ണപീഠം പൊതിഞ്ഞ ശേഷം പിന്നെയാണ് ദ്വാരപാലക ശില്പത്തിന്റെ പുറം ഭാഗത്ത് സ്വർണ്ണപ്പാളികൾ കടുപ്പിക്കുന്നത്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അതോടൊപ്പം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ പ്രത്യേക പ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന, വലിയ വാർത്തയും അതിനുശേഷം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, ഒന്നാം പ്രതി ഉൾപ്പെടെ റിമാൻഡിലായ അതേ ദിവസം തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. തുലാമാസ പൂജകൾക്ക് ആയി നട തുറന്ന ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ഈ സ്വർണ്ണപ്പാളിയുടെ പുനഃസ്ഥാപനം മാത്രമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗനിദ്രയിലായിരുന്ന അയ്യപ്പനെ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തിയ ശേഷം ആദ്യം നടക്കുന്ന പൂജയാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടത്. സ്വർണ്ണപീഠം ഏതാണ്ട് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. സ്വർണ്ണപീഠത്തിന്റെ പുനഃസ്ഥാപനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി വശങ്ങൾ മാത്രമാണ് ആ ശില്പവുമായി ഒട്ടിച്ചു ചേർക്കാനുള്ളത്. ഘട്ടം ഘട്ടമായി ഓരോ ദ്വാരപാലക ശില്പത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ശില്പത്തിന് എത്ര പാളികളാണ്? 7 പാളികളല്ലേ? അങ്ങനെ തീർച്ചയായും ദിവ്യ, 7 പാളികൾ അടങ്ങുന്ന ശില്പമാണ്, സ്വർണ്ണപ്പാളികളാണുള്ളത്. അതിൽ ഏതാണ്ട് 2 പാളികളോളം ഒരു ശില്പത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു. സ്വർണ്ണപീഠം ഉൾപ്പെടെയാണ് 7 പാളികൾ എന്ന് പറയപ്പെടുന്നത്. സ്വർണം പൂശിയ പാളിയാണ് ഇപ്പോൾ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ അളവ് വ്യത്യാസങ്ങളുമൊക്കെ അതിനുള്ളതിനാൽ ശില്പിയാണ് ആ മെയിൻ്റനൻസ് ഉൾപ്പെടെ, അതായത് ഈ സ്പോട്ടിൽ ഈ ശ്രീകോവിലിന് മുന്നിൽ വെച്ചുള്ള ഘടിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന നേരിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ശില്പിയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ശില്പത്തിന്റെ അളവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് ഒട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷമാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ കാൽഭാഗത്തുള്ള, അതായത് പാദങ്ങൾക്ക് തൊട്ട് മുകളിലുള്ള സ്വർണ്ണപ്പാളിയാണ് ഇപ്പോൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ശ്രീകോവിലിന്റെ കട്ടളയുടെ മുകൾ ഭാഗം ഉൾപ്പെടെയുള്ള സ്വർണ്ണ ഭാഗങ്ങൾ, അതിനോടൊപ്പം ഇപ്പോൾ ഈ പതിപ്പിച്ച ഈ സ്വർണ്ണപ്പാളി കൂടി ആകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാകുക. തിളക്കം നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഈ അറ്റകുറ്റപ്പണി പൂർത്തിയായി കൊണ്ടുവന്നതിനാലാണ് ഇത്രയധികം തിളക്കം ഇതിനനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിലെ പ്രത്യേക സംഘവും, ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഉച്ച സംഘവും അതോടൊപ്പം SIT ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ ആളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയ സ്വർണ്ണപ്പാളിയാണ് ഇതെന്ന് ഓർക്കണം. ഏതായാലും സ്വർണ്ണപ്പാളി വിവാദം കേരളത്തിൽ കത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒന്നാം പ്രതി കേരളത്തിൽ അറസ്റ്റിലായി റിമാൻഡിലായ ദിവസം തന്നെ സ്വർണ്ണപ്പാളികൾ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 ഇതിനു മുൻപ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശേഷം പുനഃസ്ഥാപിച്ചത്. പക്ഷേ അന്നത് വലിയ വാർത്തയായിരുന്നില്ല. ഇപ്പോഴിതാ ഈ വലിയ വാർത്തയ്ക്ക് നടുവിൽ, വലിയ വിവാദങ്ങൾക്ക് നടുവിൽ വലിയ ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി സ്വർണ്ണപ്പാളി വിവാദം മാറിയതിനു ശേഷം ആ ഒരു ഘട്ടത്തിൽ അതിപ്രധാനമായ തുലാമാസ പൂജകൾക്ക് മുന്നോടിയായി ഇന്ന് നട തുറന്ന ദിവസം തന്നെയാണ് സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയായ ആ ഭാഗങ്ങൾ, ആ തിളക്കമേറിയ സ്വർണ്ണ തിളക്കമുള്ള ഭാഗങ്ങളാണിപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ പാദങ്ങളിലും പാദങ്ങൾക്ക് താഴെയുള്ള പീഠങ്ങളിലും പതിപ്പിച്ച് തീർത്തിരിക്കുന്നത്. ഓരോ ഘട്ടമായി ഇനിയിപ്പോൾ ഓരോ പാളികൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിക്ക് ശേഷം ആദ്യമായി ശില്പങ്ങളിലേക്ക് ഘടിപ്പിക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ അളവ് വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാം. അതുകൂടി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ശില്പിയെ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുനഃസ്ഥാപനം നടക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് ഇത് മാത്രമാണ് സന്നിധാനത്ത് നടക്കുന്ന പ്രധാന ചടങ്ങുകൾ. 4 മണി മുതൽ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി ഇന്ന് രാത്രി 10 മണി വരെ ഇത്തരത്തിൽ തീർത്ഥാടകർക്ക് പ്രവേശനം ഇന്നുണ്ടാകും. നാളെ മേൽശാന്തി നറുക്കെടുപ്പാണ്. അത്തരത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ തുലാമാസ പൂജകൾക്ക് മുന്നോടിയായി, അല്ലെങ്കിൽ തുലാമാസ പൂജകൾ നടക്കുന്ന ഈ 5 ദിവസം ശബരിമലയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം
22-നാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. ഏതായാലും രാഷ്ട്രപതി ഒക്കെ വരുന്നതിന് മുൻപേ അല്ലെങ്കിൽ പുതിയ മേൽശാന്തി നറുക്കെടുപ്പ് ഉൾപ്പെടെ സുപ്രധാന ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കാനിരിക്കെയാണ്. സന്നിധാനത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ സന്നിധാനത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രധാന അഴക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ മുകൾ ഭാഗത്തുള്ള സ്വർണ്ണപ്പാളി ഇതാ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാളികൾ പൂർണ്ണമായി ഘടിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻപ് ഇങ്ങനെയൊരു ചടങ്ങ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല, വെറും സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നതും എന്ന് മാത്രമല്ല, അവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് അത് പലപ്പോഴായി പല ഇടങ്ങളിലായി, അതായത് സ്വർണ്ണപ്പാളികളിലും കട്ടിളപ്പാളിയിലും ഒക്കെ നടന്ന സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ച സ്വർണ്ണപ്പാളികളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ശ്രദ്ധേയം.